വെൽക്കം ടു കെൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LPSA UPSA കാറ്ററ്റ് കാറ്റഗറി 1 കാറ്ററ്റ് കാറ്റഗറി 2 പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന സൈക്കോളജിയിലെ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പോർഷനിലെ ജീൻ പിയാഷയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ എന്ന് പറയുന്നതിലത്തെ കണ്ടീഷൻസാണ്. അപ്പോൾ പിയാഷയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഒന്നാമത്തെ ഘട്ടമാണിത് അനോമി എന്ന് പറയുന്നത്. അനോമി എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ജനിച്ച നാൾ മുതൽ 5 വയസ്സ് വരെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നൈസർഗിക പരിണത ഫലത്തിൻ്റെ വിനയം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ് എന്നാണ് ഈ അനോമി എന്ന് പറയുന്ന ഘട്ടത്തെ കുറിച്ചിട്ട് റൂസോ എന്ന് പറയുന്ന വ്യക്തി വിശേഷിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ അനോമി ഘട്ടത്തിലെ കുട്ടികളുടെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും വേദനയും ആനന്ദവുമാണ്. രണ്ടാമത്തെ പോയിന്റ്, പ്രത്യേക നിയമ വ്യവസ്ഥ ഇല്ലാത്ത ഒരു ഘട്ടം കൂടിയാണ് ഈ അനോമി എന്ന് പറയുന്ന കാലഘട്ടം. ഓക്കെ, ഇനി അനോമി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വരുന്ന ഘട്ടമാണെന്ന് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത്. ഹെറ്ററോണമി അതോറിറ്റിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതികാരവും ശിക്ഷയുമാണ് ഈ ഘട്ടത്തിലെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ഘട്ടത്തിലെ സാൻമാർഗിക വികസനത്തെ കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന ഘട്ടമാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ്. ഈ ഘട്ടത്തിൽ സാൻമാർഗിക വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്. ഈ ഘട്ടത്തിൽ സമവയസ്കരുമായുള്ള സഹകരണത്തിൽ അധിഷ്ഠിതമാണ് ഇതിൽ കാണപ്പെടുന്ന എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങൾ. ഇനി ലാസ്റ്റ് വരുന്നതാണ് എന്ത് ഓട്ടോണമി അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാലഘട്ടം 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെയാണ്. ഈ ഘട്ടത്തെ പിയാഷെ നീതിബോധത്തിൻ്റെ ഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് തൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. കൂടാതെ സ്വതന്ത്ര വ്യവഹാരമാണ് സാൻമാർഗിക വികസനത്തിന് ആധാരം എന്നുള്ള ഒരു പോയിന്റും കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പിയാഷയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങളപ്പോൾ 4 ഉണ്ടെന്നും അതിൽ ഓരോന്നിൻ്റെയും പ്രായത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ മറ്റൊരു കാണാം. ബൈ.